ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കിഴി പൊറോട്ട ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ബീഫ് കറി ഉണ്ടാക്കിയപ്പോൾ തന്നെ കിഴി പൊറോട്ട ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കിഴി പൊറോട്ട റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കിഴി പൊറോട്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് പൊറോട്ട വേണം, ബീഫ് കറി വേണം, പിന്നെ ഒരു വാഴയിലയും വേണം. ഇത് 3 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടൊരു കിഴി പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. ഈസി ആയിട്ട് പൊറോട്ട ഉണ്ടാക്കുന്ന റെസിപ്പിയും അതുപോലെ നല്ല അടിപൊളി ബീഫ് കറി ഉണ്ടാക്കുന്ന റെസിപ്പിയും നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കണ്ടിട്ട് വേണം നിങ്ങൾ കിഴി പൊറോട്ട റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു വാഴയില വേണം, അതുപോലെ വാഴയുടെ വള്ളിയും വേണം. അപ്പോൾ വാഴയില ഒന്ന് വാട്ടിയെടുക്കാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോത്തില്ല. അപ്പോൾ ഞാനത് തീയിലൊന്ന് വാട്ടിയെടുക്കുകയാണ്. വാഴയില നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഴയിലേക്ക് ഒരു പൊറോട്ട വെച്ച് കൊടുക്കാം. ഇനി ഈ പൊറോട്ടയുടെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബീഫ് കറി വെച്ച് കൊടുക്കാം. കിഴി പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നല്ല ഗ്രേവിയുള്ള ബീഫ് കറി വേണം ഉണ്ടാക്കാനായിട്ട്. എങ്കിലും നമുക്ക് ആ പൊറോട്ട നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടത്തുള്ളൂ. അപ്പോഴാണ് ആ കിഴി പൊറോട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. കിഴി ഉണ്ടാക്കാനായിട്ട് നമ്മളുടെ നാടൻ ബീഫ് കറിയാണ് നല്ലത്. അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. പൊറോട്ടയും നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്ന ആ മെത്തേഡിൽ ചെയ്ത കീശ് പൊറോട്ടയാണ്. രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ പൊറോട്ട വെച്ചിട്ട് നമ്മൾ കുറേശ്ശെ കറി ഒഴിക്കുക, വീണ്ടും ഒരു പൊറോട്ട ഒഴിക്കുക, കുറച്ച് ബീഫ് കറി ഒഴിക്കുക. ഇപ്പോൾ ചിക്കൻ കറി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഏറ്റവും ടേസ്റ്റ് ബീഫ് കറി വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ കൂടിയത് ഒരു 5 എണ്ണം വയ്ക്കാം പൊറോട്ട, അല്ലാന്നുണ്ടെങ്കിൽ 3 എണ്ണം. ഇപ്പോൾ ഞാനിവിടെ 4 എണ്ണം വെച്ചിട്ടാണ് ഇങ്ങനെ അടുക്കി വെച്ചത്. ഇനി നമുക്ക് ഈ ഒരു വാഴയില ഇങ്ങനെ പൊതിഞ്ഞ് കിഴി കെട്ടാം. വേണമെന്നുണ്ടെങ്കിൽ 2 വാഴയില ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അങ്ങനെയും കെട്ടാം. ഞാനിപ്പോൾ ഒരു വാഴയില ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് കൂട്ടി പിടിച്ചിട്ട് നമ്മുടെ വാഴവള്ളി വെച്ച് തന്നെ കെട്ടണം. അപ്പോൾ നന്നായിട്ട് മുറുകിയിരിക്കും. ഇപ്പം നമ്മുടെ കിഴി റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വാഴയിലൂടെ വെച്ചിട്ടൊന്ന് കെട്ടാം. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു സ്റ്റീമർ ചൂടാക്കാനായിട്ട് വെക്കണം. ഈ സ്റ്റീമറിൽ വെള്ളം നന്നായിട്ട് തിളച്ച് ആവി വരുമ്പോൾ കിഴി ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യാണ്. ഇങ്ങനെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മുടെ വാഴയിലയുടെ മണവും പൊറോട്ടയും ബീഫും എല്ലാം കൂടെ നന്നായിട്ട് സെറ്റായിട്ട് വരും. ഈ സ്റ്റീമിങ് അല്ലാതെ വേറൊരു മെത്തേഡുണ്ട്. നമ്മൾ ദോശക്കല്ലിൽ വെച്ചിട്ട് കല്ല് നന്നായിട്ട് ചൂടാകുമ്പോൾ കിഴി വെച്ച് കൊടുത്ത് അങ്ങനെയും നന്നായിട്ട് ആ വാഴയിലയും പൊറോട്ടയും എല്ലാം കൂടെ സെറ്റായി കിട്ടും. ഇപ്പം നമ്മളുടെ കിഴി ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ ഒരു ഇലയൊക്കെ ഒന്ന് വാടി നല്ല സെറ്റായിട്ടുണ്ട്. നല്ല ചൂടാണ്. നമുക്കൊരു തുണി വെച്ചിട്ട് പിടിച്ച് ഒരു വാഴയിലേക്ക് വെക്കുകയാണ്. ഇനി ഞാനത് തുറന്ന് കാണിക്കും. നല്ല ചൂടാണ്, അതുകൊണ്ട് തുറക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇതേ നമ്മുടെ കിഴി പൊറോട്ട റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം നല്ല ചൂടോടെ തന്നെ കഴിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇപ്പോൾ പൊറോട്ടയും ആ കറിയും എല്ലാം കൂടെ ചേർന്ന് നല്ല കൊതുന്നിരിക്കുന്ന ഒരു പാകമാണ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് ഒരു പാകം എന്ന് പറയുന്നത്. അപ്പം നല്ല വാഴയിലയുടെ മണവും എല്ലാം കൂടെ നല്ല സെറ്റാണ്. ഇങ്ങനെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് കിഴി പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.